ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാമിൻ്റെ രസതന്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാമിൻ്റെ രസതന്ത്രം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ബയോളജി നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം എന്താണ്? 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ്രാവകങ്ങളുടെ ചെറുതുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നു എന്തുകൊണ്ട് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ദ്രാവകങ്ങളുടെ ചെറുതുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നു എന്തുകൊണ്ടാണ്? നമുക്കറിയാം, പ്രതലബലം കൊണ്ടാണ് അല്ലേ. ആൻസർ എന്താണ്? പ്രതലബലം. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം സൗകര്യപൂർവ്വം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം സൗകര്യപൂർവ്വം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അതെ, ഹോഫ്മാൻ ജല വോൾട്ടോമീറ്റർ ആണ് അല്ലെ. ആൻസർ എന്താണ്? ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ. ഓക്കെ, ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിമർ എന്നാൽ എന്താണ് കൂട്ടുകാരെ പോളിമർ? അതെ, ലഘു തന്മാത്രകൾ ചേർന്ന് സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് അതെ, പോളിമർ. ഓക്കെ, ലഘു തന്മാത്രകൾ ചേർന്ന് സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനം. ഓക്കെ, നാലാമത്തെ ചോദ്യം, പെട്രോളും മണ്ണെണ്ണയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, അംശിക സ്വേദനമാണ് അല്ലെ. ആൻസർ എന്താണ്? അംശിക സ്വേദനം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക, 2 സ്കോർ വീതം. 5ാമത്തെ ചോദ്യം നോക്കൂ. ഏതാനും മൂലക തന്മാത്രകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ഏകാറ്റോമിക തന്മാത്രകൾ ഏവ? ഇതിലേതൊക്കെയാണ് ഏകാറ്റോമിക തന്മാത്രകൾ? അത് ഹീലിയവും ആർഗണുമാണ് അല്ലെ. ഹീലിയവും ആർഗണുമാണ്. ബഹു അറ്റോമിക തന്മാത്രകൾ എന്നാൽ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ. ബഹു അറ്റോമിക തന്മാത്രകൾ എന്നാൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ബഹു അറ്റോമിക തന്മാത്രകൾ എന്നാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ബഹു അറ്റോമിക തന്മാത്രകൾ ഇതിൽ ഏതൊക്കെയാണ്? അതെ, P4ഉം S8ഉമാണ്. ബഹു അറ്റോമിക തന്മാത്രകൾ എന്നാൽ എന്താണ്? യെസ്, 2ലധികം ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകൾ അറിയപ്പെടുന്നതാണ് ബഹു അറ്റോമിക തന്മാത്രകൾ അല്ലേ. അതായത് 2ലധികം ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകൾ അറിയപ്പെടുന്നതാണ് ബഹു അറ്റോമിക തന്മാത്രകൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഊർജാകിരണ പ്രവർത്തനങ്ങൾ, ഊർജ മോചക പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, പ്രകാശ സംശ്ലേഷണം, മഗ്നീഷ്യം കത്തുന്നത്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം, മഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഊർജാകിരണ പ്രവർത്തനങ്ങളിൽ വരുന്നത്? അതെ, പ്രകാശ സംശ്ലേഷണം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടനം അല്ലെ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം, പ്രകാശ സംശ്ലേഷണവും അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനവുമാണ് ഊർജാകിരണ പ്രവർത്തനങ്ങളിൽ. ഊർജമോചക പ്രവർത്തനങ്ങളിൽ മഗ്നീഷ്യം കത്തുന്നത്, മഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം. ഓക്കെ, ഏതാനും ലോഹങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അയൺ, കാൽസ്യം, സോഡിയം, കോപ്പർ. ഇവയിൽ മൃദുലോഹം ഏതെന്നാണ് ചോദിച്ചത്. ഇവയിൽ മൃദുലോഹം ഏതാണ്? അതെ, സോഡിയം ആണ് അല്ലെ. ആൻസർ എന്താണ്? സോഡിയം. ഇവയിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കാത്ത ലോഹം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവയിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കാത്ത ലോഹം ഏതാണ്? അതെ, കോപ്പർ ആണല്ലേ. ആൻസർ എന്താണ്? കോപ്പർ. 8ാമത്തെ ചോദ്യം, പല നിറത്തിലും രുചിയിലുമുള്ള കൃത്രിമ പാനീയങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. കൃത്രിമ പാനീയങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ്? അതെ, ടാർട്രസിൻ ആണ് അല്ലെ. ടാർട്രസിൻ. ഓക്കെ, ആൻസർ എന്താണ്? ടാർട്രസിൻ. കൃത്രിമ പാനീയങ്ങളുടെ അമിതമായ ഉപയോഗം ശരീരത്തിന് ഹാനികരമാണ് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ആമാശയത്തിലെ ദഹനരസങ്ങളുമായി പ്രവർത്തിച്ച് വിശപ്പില്ലായ്മ ഉണ്ടാക്കുന്നു. എന്താണ്? അവ ആമാശയത്തിലെ ദഹനരസങ്ങളുമായി പ്രവർത്തിച്ച് വിശപ്പില്ലായ്മ ഉണ്ടാക്കുന്നു. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലത്തിന്റെ തിളനില ഡാഷ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. 9ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലത്തിന്റെ തിളനില ഡാഷ് ആണ്. എത്രയാണ്? അതെ, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ആൻസർ 100 ഡിഗ്രി സെൽഷ്യസ്.
ദെൻ പ്രഷർ കുക്കറിൽ ആഹാരം പാകം ചെയ്യുന്നത് എളുപ്പമാണ് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? അതെ, മർദ്ദം കൂടുമ്പോൾ എന്താണ്? യെസ്, ജലത്തിന്റെ തിളനില ഉയരുന്നു. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. ആൻസർ എന്താണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നു. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. ഓക്കെ, നമുക്ക് നോക്കാം. മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിൻ, പോളിത്തീൻ, PVC, ബേക്കലൈറ്റ് എന്നിവ പ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവയിൽ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ്? അതെ, ബേക്കലൈറ്റും മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിനുമാണ് അല്ലെ. മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിനും അതുപോലെ തന്നെ ഏതാണ്? ബേക്കലൈറ്റുമാണ് ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ. ഇവയിൽ തെർമോ പ്ലാസ്റ്റിക്കുകൾ ഏവ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. തെർമോ പ്ലാസ്റ്റിക്കുകൾ ഏതൊക്കെയാണ്? യെസ്, PVCയും പോളിത്തീനുമാണ്. ആൻസർ എന്താണ്? PVC, പോളിത്തീൻ. ദെൻ PVCയുടെ ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതാം. ഏത് നമുക്ക് എഴുതാം? പൈപ്പുകളുടെ നിർമ്മാണത്തിന്. ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കറിയാം, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, നമുക്കൊന്ന് എഴുതാം. പൈപ്പുകളുടെ നിർമ്മാണത്തിന്. ദെൻ 11ാമത്തെ ചോദ്യം. ബലമുള്ള നൂലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ഫൈബറുകൾ. പ്രകൃതിദത്ത ഫൈബറുകളും മനുഷ്യനിർമ്മിത ഫൈബറുകളും വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇവയിൽ വേനൽക്കാലത്ത് ധരിക്കാൻ അനുയോജ്യമായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേനൽക്കാലത്ത് ധരിക്കാൻ അനുയോജ്യമായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, പ്രകൃതിദത്ത ഫൈബർ ആണല്ലേ. ദെൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രകൃതിദത്ത പോളിമറുകൾ ഏതെല്ലാം? പ്രകൃതിദത്ത പോളിമറുകൾ ഇതിൽ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? അതെ, സിൽക്കും കോട്ടണുമാണ്. ആൻസർ എന്താണ്? സിൽക്ക്, കോട്ടൺ. ദെൻ മനുഷ്യനിർമ്മിത ഫൈബറുകളുടെ 2 മേന്മകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. 2 മേന്മകളാണ് എഴുതേണ്ടത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ധരിക്കാൻ സുഖമാണ്. എന്താണ് പിന്നെ എഴുതാം? താരതമ്യേന വില കുറവാണ്. മനുഷ്യനിർമ്മിത ഫൈബറുകളുടെ 2 മേന്മകൾ എന്തൊക്കെയാണ്? ധരിക്കാൻ സുഖമാണ്, താരതമ്യേന വില കുറവാണ്. ഓക്കെ, ദെൻ ജലകാഠിന്യത്തിന് കാരണം ലയിച്ചു ചേരുന്ന ചില ലവണങ്ങളാണ്. 12ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. ജലകാഠിന്യത്തിന് കാരണം ലയിച്ചു ചേർന്ന ചില ലവണങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കഠിനജലം എന്നാൽ എന്ത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് കഠിനജലം? അതെ, സോപ്പ് പതയാത്ത ജലമാണ് ഏത്? കഠിനജലം. ദെൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ ലവണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഏതാണ് താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ ലവണം? അതെ, കാൽസ്യം ബൈകാർബണേറ്റ് ആണ്. ആൻസർ എന്താണ്? കാൽസ്യം ബൈകാർബണേറ്റ്. ദെൻ താൽക്കാലിക കാഠിന്യം നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കുക. നമുക്ക് എന്ത് ചെയ്താൽ മതി? അതെ, ചൂടാക്കിയാൽ മതിയല്ലേ. താൽക്കാലിക കാഠിന്യം നീക്കം ചെയ്യുന്നതിനുള്ള മാർഗം എന്താണ്? ചൂടാക്കിയാൽ മതി. ദെൻ 13ാമത്തെ ചോദ്യം. ജലവും വെളിച്ചെണ്ണയും തുല്യമാസിൽ വെവ്വേറെ ബീക്കറുകളിലെടുത്ത് ഒരു വാട്ടർ ബാത്തിൽ ചൂടാക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ താപനില സാവധാനത്തിൽ ഉയരുന്നത് ഏതിലാണ്? ഇതിന് കാരണമായ സവിശേഷത എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ താപനില സാവധാനത്തിൽ ഉയരുന്നത് ഏതിലാണ്? അതെ, ജലത്തിലാണല്ലേ. ദെൻ ഇതിന് കാരണമായ സവിശേഷത എന്താണ് കൂട്ടുകാരെ? അതെ, വിശിഷ്ട താപധാരിത. എന്താണ് കാരണം? വിശിഷ്ട താപധാരിത. ദെൻ ഈ സവിശേഷത പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ സവിശേഷത പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഏത് നമുക്ക് എഴുതാം? അതെ, ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.